ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഈവനിങ് നമ്മൾ എല്ലാ ദിവസവും പുറത്തേക്ക് ചെയ്യാറുണ്ട്, വരാനില്ല പുറത്ത്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പോകണേ. ഇന്ന് തേങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഓലയോ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ മുളക് പറിക്കാൻ പോവാണ്. ചൂടാലത്ത് പറഞ്ഞാൽ ഒരുപാട് ചാണകങ്ങളൊക്കെ ഒരുപാട് പിടിക്കാറുണ്ട്. കാന്താരി മുളകാണ് ഇവിടെ ഉള്ളത്, അത് പിടിക്കാറുണ്ട്. ഈ മഴയൊക്കെ വന്നില്ലെങ്കിൽ നല്ല ചൂടാണ്, മഴത്ത് പിടിക്കാൻ അറിയുന്നൂടെയായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല എണ്ണം പിടിച്ചിട്ടുണ്ട്. സാധാരണ ഇത് ഈ ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം ചെറുങ്ങനായിരുന്നുണ്ട്, ഈ കൊല്ലമാണ് നല്ലോണം പിടിക്കാൻ തുടങ്ങിയത്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. എന്ന് നമുക്ക് ചൂട് കാലത്തായിട്ട് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ പെയ്തിനില്ല. ഞങ്ങളതൊക്കെ പറിച്ചിട്ട് ഞാൻ കൊട്ടലപ്പുറം സൈഡ് പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാവുണ്ട്. ഇത് 2 മാവ് വലുതായി കുറേ നാളായി, പക്ഷേ ഇതിൽ പിടിക്കാറില്ല. ഞാൻ ഇവിടെ പോകുമ്പം നല്ല പൂ പിടിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ കാണുന്നത്. ഒരുപാട് പൂ പിടിച്ചിട്ടുണ്ട്, കാരണം ഇതിൽ അത്ര പിടിക്കാറില്ല. എല്ലാ കൊല്ലം തന്നെ ഇതിലങ്ങനെ പിടിക്കാറില്ല, പക്ഷേ ഇക്കൊല്ലം ഇതിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടിഫിൻ ബോക്സും ഒരു ബോക്സാണ്, അതിലേക്ക് നമ്മൾ ചെയ്യാം. എന്താ വെച്ചാൽ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. അഥവാ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ കോർത്തിട്ട് അങ്ങനെ തരിക്കും. അപ്പം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് നല്ല ഭംഗിയുള്ള മുല്ലാണ്. അപ്പോൾ ഇതിലാദ്യമായിട്ടാണ് ഒരുപാട് പിടിക്കുന്നത്. ഇല്ലെങ്കിൽ പിടിക്കാറുണ്ട്, പക്ഷേ കുറച്ചായിട്ടാണ്. എല്ലാം എപ്പം പിടിക്കാറില്ല, ചൂടായിട്ടുള്ള ആ ഒരു ടൈമിലാണ്. പക്ഷേ ഇത് ഇപ്പം മഴയൊക്കെ പെയ്തെങ്കിലും ചൂടുണ്ടെങ്കിലും മഴയൊക്കെ പെയ്ത്, പക്ഷേ ഇപ്പോൾ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് സാധാരണ എല്ലാത്തിലും പിടിക്കുന്നതാണ്. നല്ല വെള്ളം കിട്ടിയെങ്കിൽ ഞങ്ങളുടെ ഇവിടെ 2 മുല്ല മരമാണുള്ളത്, എല്ലാ സമയത്തും പിടിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഒരു കയ്യിൽ ഫോണ് മറ്റേ കയ്യിൽ മുല്ല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീഡിയോ എടുക്കുന്ന എല്ലാവരും അപ്പുറമാണുള്ളത്, ഞാൻ ഇവിടെയാണെന്നുള്ള. ഞാൻ കുറച്ച് കഷ്ടപ്പാടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളത് തന്നെ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമേ എനിക്കിത് വീഡിയോസ് ഇനിയും ചെയ്യാൻ കഴിയും. കമൻറ്റും ഷെയറും ലൈക്കും ചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ മുല്ല ഒരുപാട് താഴെ വീണ് വേസ്റ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഇന്നലെ ഞാനിത് കണ്ടത് തന്നെ മുനാന്ന് പിടിക്കാൻ തുടങ്ങി, പക്ഷെ മുനാന്ന് ഞങ്ങൾ കണ്ടില്ല. ഇന്നലെയാണ് ഞങ്ങൾ കണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു, ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇന്നലെ ഒരുപാടുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കോർത്ത് ചിട്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്, ഒരുപാട് ചെറുതാണ്. ഞാൻ വിചാരിച്ചു ചെറുതൊന്നും പറിക്കാനില്ലല്ലോ, അത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് പറിക്കാം. ഇതിൽ ഞാനിപ്പം വെള്ളം കൂട്ടണം എന്ന് ചെയ്യുന്നുണ്ട്, കാരണം മഴ പെയ്യുന്നുണ്ട്, എങ്കിലും വെള്ളം കൂട്ടിയാൽ നല്ലതാണ്. ഇതിൽ നല്ല വെള്ളം കിട്ടുമ്പോൾ ഇതിലധികം പിടിക്കാറ്. ചൂട് കാലത്താണ് പക്ഷെ പിടിക്കാറുള്ളത്, വെയിലും വെള്ളം എല്ലാം വേണം ഇതിന്. അങ്ങനെ ഈ മുല്ലപ്പൂ മരത്തിന് ഏകദേശം ഒക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ആ ടിഫിൻ ബോക്സ് എന്നല്ല അതിലേക്ക് ആക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം പറിച്ചിട്ടുണ്ട്. ഇത് വേറൊരു സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. ഇത് ഒരേ മുല്ലാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഇതിൽ പിടിക്കാറുണ്ട്. കണ്ടോ, ഇത് ഞങ്ങൾ പടർത്തി വളർത്തിയൊക്കെയാണ്. ഇതിൽ ആദ്യമായിട്ട് പിടിക്കുന്നതാണ്, കാരണം ഇതുവരെയായിട്ടും ഈ ഒരു സൈഡിൽ മുല്ലപ്പൂ പിടിക്കാറില്ല. ഇതിലാണെങ്കിൽ കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ, പക്ഷെ ആദ്യമായിട്ട് പിടിച്ചുകൊണ്ട് നല്ല ഹാപ്പിയാണ് ഞാൻ. ഇതിൽ കുറച്ച് പറിച്ചതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ല മറ്റൊരു മുല്ലമരമുണ്ട്, അതിലേക്ക് പോകാം. അങ്ങനെ മുല്ലപ്പൂ പറിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതൊന്നും പറിച്ചില്ല, പക്ഷെ ചിലന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊക്കെ ഞാൻ പറഞ്ഞ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് വെച്ചിട്ടായിട്ട് ഞാൻ അപ്പുറത്തെ മുല്ലപ്പൂവ് ഈ സൈഡിൽ തന്നെയാണ്, പക്ഷെ അപ്പുറത്തെ സൈഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ സൈഡിലത്തെ ഗാർഡനൊക്കെ എൻ്റെ ഒരു ഗാർഡൻ ടൂറായിട്ട് ഞാൻ കാണിച്ചായിരുന്നു. കാണുമെന്നുള്ളവർ എൻ്റെ ചാനലിൽ പോയി നോക്കുക. അങ്ങനെ ഇതാണ് ഞാൻ മുല്ലമരം. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ടിഫിൻ ബോക്സ് എടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സ് എടുത്ത് പോവാണ്. ഇതിൽ ഒരുപാട് മുല്ലപ്പൂവൊന്നും ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും കിട്ടുന്ന ഒരു ദിവസത്തിൽ. അങ്ങനെ ഞാൻ ഇതും കൊണ്ട് പോകണേ. ഇത് ഭയങ്കര സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നല്ല ഇഷ്ടമാണ്. മറ്റേതൊരു മുട്ട് പോലെയാണ്. അതോ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മറ്റേ മുല്ലപ്പൂ മരം. പിന്നെ ഇതിൽ എത്രത്തോളം ഇതിവിടെ എൻ്റെ ഒരു പുറം സൈഡിലാകാണ്, അത് വേണമെന്നുള്ള ഇതിൻ്റെ മുഴുവൻ വീണ്ടും വേണമെന്നുള്ളവരെ എൻ്റെ ഇതിലേക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ മുല്ലപ്പൂ മരത്തിൽ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇത് എല്ലാ കൊല്ലം പിടിക്കാറുണ്ട്, പക്ഷേ ഇക്കൊല്ലം ഇതിൽ കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം
ഈ ചൂട് കാലത്താണ് അധികം ഇത് ഒരുപാട് പിടിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്ത് പിടിച്ചില്ല, ഈ ഒരു ടൈമിലാണ് പിടിച്ചത്. ഞാനിത് പറിച്ച് കാണിച്ചാൽ ഇത് അത്ര ഭംഗിയില്ല, നല്ല മണമുണ്ട്. രണ്ടിനും ഒരേപോലത്തെ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂവിൻ്റെ മണം ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ എൻ്റെ ഇത് നോക്കുകയാണ്, ഭയങ്കര ഇത് ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടേ നല്ല ഭംഗിയുണ്ടാ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മുല്ലാണ് ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഇതാ പാർക്കുന്ന പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മുല്ലപ്പൂവ് ഏകദേശം ഞങ്ങൾക്ക് പറിച്ചിട്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പറിച്ചതും കൊണ്ട് ഇത് ഒരുപാടുണ്ട് അത്രയില്ല, കാരണം എല്ലാ കൊല്ലം ഒരുപാട് പിടിക്കാറുണ്ട്. അങ്ങനെ കിട്ടിയതും കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനത് ടിഫിൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് മറ്റതും കൂടി പറിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എനിക്ക് ഇത്രയും മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതും കൊണ്ട് പോവാണ്. മറ്റേതാണ് അധികം കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ചെറുതായിട്ട് നേരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ടിഫിൻ ബോക്സ് ആയി വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞങ്ങളെ വീട്ടിലധികം പീക്കോക്ക് ഉണ്ടാകാറില്ല. എന്നാൽ ആദ്യമായിട്ടാണ് പീക്കോക്ക് ഉണ്ടാകുന്നത്. പിന്നെ കുറച്ചെന്ത് ഞാനത് വെച്ച് പാഞ്ഞതാണ്. പിന്നെ നോക്കുമ്പോൾ പീക്കോക്കിനെ കാണാനില്ല. മുല്ലപ്പൂൻ്റെ ഇത് ഞാൻ ചാടിയിട്ട് പോയതാണ്, പക്ഷെ പീക്കോക്കിനെ കാണാനില്ല. ഏതായാലും അത് പോയെന്ന് വിചാരിക്കുന്നു. അത് കൊത്തുമെന്നറിയില്ല. കൊത്തോ ഇല്ലയെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പേടിച്ചോണ്ട് നേരത്തെ ഓടിയതാണ്. ഞാൻ അത് പോയെന്ന് പറഞ്ഞിട്ടാകും. എൻ്റെ ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ മൂടി അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ എടുക്കാൻ പോകണം. ഇത് എടുത്തിട്ടായിട്ട് വേഗം പായാൻ, കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. അത് കൊത്തോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അഥവാ എന്തെങ്കിലും ചെയ്തെങ്കിലോ, പെട്ടെന്ന് അവിടെയാണല്ലോ ഉണ്ടായത്. അത് പോയെന്ന് തോന്നുന്നു. ഞാൻ നോക്കി കാണില്ല. ഇതാ കാണുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്ക്, സാജിദ് ക്ലിനിക്ക്. എൻ്റെ ഇപ്പറുള്ളതാണ് ഞങ്ങളുടെ അടുത്തുള്ള മെല്ലെ. അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മെല്ലെ അടുത്ത് തന്നെയാണുള്ളത്. ഉണ്ടാവും. ഞാൻ മുല്ലപ്പോൾ വീണ്ടും കാണാം. അപ്പോഴാണ് സ്പീക്കൊക്കെ വീണ്ടും വന്നത് കാണുന്നത്. അതിൻ്റെ ബാക്കിലേ ഓടിപ്പോയതാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കൊത്തൊന്നും അറിയില്ല, പക്ഷെ ഞാനൊന്ന് ബാക്കിലേ പോയി നോക്കും. പീലൊന്നും വിരർത്തിയില്ല. അത് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാൽ അത് വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ സ്റ്റോറേജ് ബോക്സ് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഞാനിപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇതാണ് റിങ്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്നതാണ്. ഫുഡ് വേസ്റ്റൊക്കെ വേസ്റ്റ് ചെയ്യാനാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം. നമ്മൾ ഏത് ജോലി ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കണം, എങ്കിലേ നമുക്ക് അത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് അവിടെയൊക്കെ നോക്കായിരുന്നു. പിന്നെ അത് ആകെ കാണുന്നത് ഞങ്ങൾ പന്തലിട്ടാണ്, കോയക്കപ്പന്തൽ എന്ന് പറയും. കോയക്കാന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ അതിൽ ഇങ്ങനെ വള്ളി വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇതാക്കി വെച്ചതാണ്. അങ്ങനെ ഞാൻ ഇത് മൊത്തം നോക്കിയിരുന്നു. അതിനുശേഷം ഞാൻ ഊനാലിൽ വന്നിട്ടിരുന്ന്. എന്നിട്ട് ഊനാലിലിരുന്ന് ഞാൻ പുറത്ത് നോക്കുമ്പം സൂര്യൻ ഏകദേശം അസ്തമിക്കാനായ പോലെയാണ്. അസ്തമിക്കാനായ പോലെ. പക്ഷേ ഇപ്പോൾ സമയം 5 മണി ആയതിനാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് റെയിനി ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മൂടം വരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇനി വീണ്ടും നോക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ അടിക്കുന്ന ചേച്ചി വന്നിട്ടുണ്ട്. അതിനെ അവരടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ പോയി വീഡിയോ എടുക്കാവുന്നതാണ്. അങ്ങനെ എത്ര അടിച്ചാലും എന്തായാലും ഇല വീഴുമോ, എങ്കിലും അടിക്കാമല്ലോ. എനിക്ക് കണ്ടോ ഇത്രയും ഇലകളാണ് വീണിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള മാവ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ, ബൈ.